ശാസ്ത്രീയ യജുർവേദ പഠനം ക്ലാസ് 72. നമ്മളിന്ന് 13-ാമത്തെ അധ്യായത്തിലെ 31 മുതൽ 40 വരെയുള്ള മന്ത്രങ്ങളാണ് നോക്കുന്നത്. അതിൽ പല ദേവതകളായതുകൊണ്ട് നമുക്ക് ഓരോന്നിലും നേരിട്ട് കിടക്കാം. 31-ലെ ജ്ഞാനേന്ദ്രിയങ്ങളെ ജ്ഞാനാഗ്നികൾ സംരക്ഷിക്കട്ടെ എന്ന് പറയാണ്. ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങളുണ്ട്, ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട്. ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ കാഴ്ച. നമ്മൾ പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെടുന്നത്, പുറത്തുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് കണ്ണുകൊണ്ട് കണ്ടിട്ട്, ചെവി കൊണ്ട് കേട്ടിട്ട്, ശബ്ദം മണത്തിൻ്റെ മൂക്കിലൂട്ട്, പിന്നെ വായിലൂടെ രുചിച്ചു നോക്കിയിട്ട്, പിന്നെ തൊട്ട് നോക്കിയിട്ട്, ഇങ്ങനെയാണ് പുറത്തുള്ള വസ്തുക്കളെയെല്ലാം തിരിച്ചറിയുന്നത്. അപ്പം ഇതിൻ്റെ പിന്നിലെല്ലാം പ്രവർത്തിക്കുന്ന നാനാഗ്നികൾ, അഗ്നികൾ എന്ന് പറഞ്ഞാൽ ഊർജം തന്നെയാണ്. ഊർജം തന്നെയാണ് ഇവയെല്ലാം പ്രവർത്തിപ്പിക്കുന്നത്. അഗ്നി തന്നെയാണ്. കണ്ണിലോട്ട് ഏത് രൂപത്തിലുള്ള അഗ്നിയാണ്? വെളിച്ചം, ലൈറ്റ് എനർജി. ചെവിട്ടിലൂടെ എന്താണ്? ശബ്ദമാണ്, സൗണ്ട് എനർജി. വായിലൂടെ രസനേന്ദ്രിയങ്ങളാണ്. നമ്മളിന്ന് സെൻസിങ് ഓർ നമ്മളെ സെൻസേഴ്സ് എന്നെല്ലാം പറയുന്ന വഴിയുള്ള ചില പോലെയുള്ളതാണ്. രാസപ്രവർത്തനത്തിലൂടെ ആ നാഡികൾ തിരിച്ചറിയുന്നുണ്ട്. നാക്കിൽ ചില സെൻസേഴ്സ് ഉണ്ട്, അത് തിരിച്ചറിയുക. പിന്നെ മണത്തുമൊക്കെ മൂക്കിൽ മണം നോക്കാനുള്ള സെൻസർ ഉണ്ട്. ശരീരത്തിൽ തൊട്ട് നോക്കുമ്പോൾ കൈക്കുള്ള സെൻസർ, ഇതിനാണ് സെൻസർ എന്ന് പറയുന്നത്. ഇപ്പം ഇലക്ട്രോണിക്സിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ പോലെ അതെല്ലാം ഇലക്ട്രോണിക്സിൻ്റെ ഭാഗമാണ്. ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞാൽ എനർജി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമ്മളെ എല്ലാ ഇന്ദ്രിയങ്ങളെയും വർക്ക് ചെയ്യിപ്പിക്കുന്നത് അഗ്നിയാണ്. മഴക്ക് കാരണം അഗ്നിയാണ്. എങ്ങനെയാണ് മഴ ഉണ്ടാക്കുന്നത്? ചൂട് കൊണ്ട് വെള്ളം മുകളിൽ പോകും, വേറൊരു സമയം തിരിച്ചിങ്ങോട്ട് പോരും. ആ വെള്ളം മുകളിലോട്ട് പോയത് കൊണ്ടാണ് തിരിച്ചു വരുന്നത്. അപ്പം മഴക്ക് കാരണം അഗ്നിയാണ്. സന്തോഷം നൽകുന്ന ജലത്തെ താങ്ങി നിർത്തുന്നത് അഗ്നിയാണ്. അവിടെ ജലത്തെ ഉയർത്തിയിട്ട് അവിടെ താങ്ങി നിർത്തുന്ന ആര് തന്നെയാണ്? ഊർജമാണ്, അഗ്നിയാണ്. ആ ചൂടാണ് അതിനെ വിഘടിപ്പിച്ചിട്ട് മേഘസമാനമാക്കി മാറ്റുന്നത്, വായു സമാനമാക്കി മാറ്റുകയാണ്. വെള്ളം ചൂട് കൊണ്ട് വായു സമാനം, പിന്നെ അയനൈസ് ചെയ്യും. വായു മുകളിൽ നിൽക്കാതെ വെള്ളത്തിൽ നിൽക്കാൻ പറ്റില്ല. അപ്പം അതിനാദ്യം വായു ആക്കിയിട്ട് നീരാവിയാക്കി മാറ്റിയിട്ടാണ് മുകളിൽ കൊണ്ടുപോകുന്നത്, ബാഷ്പീകരിച്ചിട്ട്. അപ്പം അതെല്ലാം മുകളിൽ നിർത്തുന്നതും അഗ്നിയാണ്. ഭൗമാഗ്രഹങ്ങളെ പുഷ്ടിപ്പെടുത്തുന്നതും സന്തോഷം നൽകുന്നതും ഭൗമാഗ്രഹങ്ങളെ, നമ്മുടെ ആഗ്രഹങ്ങളെയെല്ലാം മഴ പെയ്പ്പിച്ചിട്ട് നമ്മുടെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുന്നത് അഗ്നിയാണ്. ആകാശത്തിൽ നിലനിൽക്കുന്നതും അഗ്നി തന്നെയാണ്. ആകാശം എന്ന് പറയുന്നതും ഊർജത്താൽ നിർമ്മിച്ചത് തന്നെയാണ്. ആകാശത്തു നിന്നാണ് നമുക്ക് ചൂട് വെളിച്ചെല്ലാം കിട്ടുന്നത്. വായുവിൻ്റെ സഞ്ചാരം, വായു പ്രവാഹം, അതെല്ലാം ഊർജത്തിൻ്റെ പ്രവാഹത്താൽ, ഊർജത്തിൻ്റെ സപ്പോർട്ടോടുകൂടി തന്നെയാണ് വായു എല്ലാം പ്രവഹിക്കുന്നത്. ഭൂതഭാവി വർത്തമാനങ്ങളിൽ നീ തന്നെയാണുള്ളത്. പണ്ട് ഈ അഗ്നി തന്നെയാണ് പണ്ടുള്ളതും ഇന്നുള്ളതും നാളെയുള്ളതും. എല്ലാ യജ്ഞത്തിൻ്റെ പിന്നിലും പണ്ടും ഇന്നും നാളെയും എല്ലാം അഗ്നി തന്നെയാണ്. ഈ പ്രപഞ്ചം ഉണ്ടായതിൻ്റെ പിന്നിലും അഗ്നിയാണ്. ആ ഊർജമാണ് ദ്രവ്യമായി മാറിയത്. നാളെ ഇത് മുഴുവൻ ഇല്ലാതായി പ്രളയത്തിലൂടെ ബ്രഹ്മത്തിൽ പോയി ലയിച്ച് ശൂന്യമാകുമ്പോൾ, ബ്രഹ്മം മാത്രമാകുമ്പോഴും അഗ്നിയിൽ കത്തിയെരിഞ്ഞിട്ടാണ് അവിടെ പോയിട്ട് ഇല്ലാതാക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കുന്നതും അഗ്നിയാണ്. അപ്പം ചെടികൾ മുളക്കുന്നതിന് വെളിച്ചം വേണം. സൂര്യൻ്റെ വെളിച്ചം തട്ടിയിട്ടാണ് ചെടികൾ മുളക്കുന്നത്. അപ്പം ചെടികളെ വളർത്തുന്നതും അഗ്നിയാണ്. ആവശ്യം കഴിഞ്ഞാൽ കരിച്ചു കളയുന്നതും അഗ്നിയാണ്.
സുഹൃത ലോകങ്ങളിലൂടെ പൂർവികന്മാർ യാത്ര ചെയ്തതുപോലെ ഞങ്ങൾക്കും സാധിക്കട്ടെ. സുഹൃത ലോകങ്ങളിലൂടെ എന്ന് പറയുമ്പോൾ മുകളിലെ ഭൗമ ലോക ബഹിരാകാശങ്ങളിലുള്ള സ്ഥലങ്ങളിലൂടെ പൂർവികർ യാത്ര ചെയ്തതുപോലെ ഞങ്ങൾക്കും സാധിക്കട്ടെ എന്ന് പറയുകയാണ്. അപ്പം നമ്മളെ പൂർവികര് ബഹിരാകാശത്തെല്ലാം സഞ്ചരിച്ചിട്ടുണ്ട്, അതുപോലെ നമ്മൾക്കും സാധിക്കട്ടെ. ബഹിരാകാശത്തിൽ എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്? അഗ്നിവിദ്യയിലൂടെയാണ്. വിമാനം പറക്കുന്നതും അഗ്നിവിദ്യയിലൂടെയാണ്. മൂട്ടിന് തീ കൊടുക്കുമ്പോഴാണ് പറക്കുന്നത്. അതേ മൂട്ടിൽ തീ കൊടുക്കുമ്പോൾ തന്നെയാണ് ബഹിരാകാശത്ത് പോകാൻ പറ്റുന്നത്. മറ്റുള്ള ഗ്രഹങ്ങളിലേക്ക് ബഹിരാകാശത്ത് അവിടെ താമസിക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ പൂർവികർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, അതാണ് നമ്മളെ പൂർവികരായ ഋഷികൾ ബഹിരാകാശത്ത് പോയിട്ടുണ്ട്. എങ്ങനെ പോയത്? പ്രളയ സമയത്ത് രക്ഷപ്പെട്ടു പോയത്, റോക്കറ്റിൽ പോയത് തന്നെയാണ് ബഹിരാകാശത്ത് പോയത്. പ്രളയം നടക്കുമ്പോൾ ജനങ്ങൾ, കുറേ വിഭാഗം ജനങ്ങളെ സർക്കാരുകൾ ശാസ്ത്രത്തിൻ്റെ സഹായത്താൽ രക്ഷപ്പെടുത്തും. അങ്ങനെ രക്ഷപ്പെട്ടവരാണ് ഈ പറഞ്ഞവരുടെ പൂർവികർ. അവർ ബഹിരാകാശത്ത് പോയി ജ്ഞാനവുമായിട്ടാണ് പോയത്. തിരിച്ചു വന്നിട്ട് അവർ എഴുതി വെച്ചതാണ് വേദങ്ങൾ. എല്ലാ ജ്ഞാനവും തികഞ്ഞ് അവർ എഴുതി വെച്ചതാണ് വേദങ്ങൾ. അതുകൊണ്ട് നമ്മുടെ പൂർവികരെല്ലാം ബഹിരാകാശത്ത് പോയിട്ടുണ്ട്. നമുക്കും അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ. ഇനി 32 ആകാശഭൂമികൾ ഈ ലോകത്തെ സംരക്ഷിക്കട്ടെ. ആകാശവും ഭൂമിയെല്ലാം തന്നെയാണ് ലോകത്തെ സംരക്ഷിക്കുന്നത്. ആകാശവും ഭൂമിയൊന്നും ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് മനുഷ്യർ നിലനിൽക്കുന്നത്? അവരുടെ അനുഗ്രഹത്താലാണ് നമുക്ക് ബലം കിട്ടുന്നത്. ആകാശത്തിലും ഭൂമിയെല്ലാം ഉള്ളത് കൊണ്ട് അവരുടെ ബലം തന്നെയാണ് നമ്മളുടെ ബലം. നമുക്ക് ശക്തി, ഊർജമെല്ലാം കിട്ടുന്നത് എവിടെ നിന്നാണ്? സൂര്യനിൽ നിന്ന് തന്നെയാണ്. ഭൂമിയിൽ നിന്ന് കുടിച്ചെടുക്കുന്ന വസ്തുക്കളെല്ലാം നമുക്ക് ശക്തി നൽകുന്നത്. ഊർജം, പെട്രോൾ, ഗ്യാസ് എല്ലാം ഭൂമിയിൽ നിന്ന് കുടിച്ചെടുക്കുന്ന ക്രൂഡ് ഓയിലിൽ നിന്നല്ല കിട്ടുന്നത്. ആകാശവും ഭൂമിയും, ആകാശം മഴ പെയ്യിപ്പിച്ചിട്ടില്ലെങ്കിൽ നമ്മളെങ്ങനെയാണ് ഇവിടെ നിലനിൽക്കുക? അപ്പോൾ ആകാശവും ഭൂമിയെല്ലാം നമുക്ക് ബലം നൽകുന്നത്. വിദ്യയാകുന്ന അഗ്നിയെ ആഗ്രഹിക്കുന്ന ഞങ്ങൾക്കത് നേടുവാനാകട്ടെ. വിദ്യയാകുന്ന അഗ്നി എന്തിനാണ്? യജ്ഞങ്ങൾ ചെയ്യാം, പുതിയ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കാം. പക്ഷേ പുതിയ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? വിദ്യ വേണം. അപ്പം വിദ്യയാകുന്ന അഗ്നി, വിദ്യയിലൂടെയാണ് അഗ്നി പ്രയോഗിക്കുന്നത്. അപ്പോൾ രണ്ടും ഒന്നിച്ചാണ്. ഒരു ജ്ഞാനം നേടിയാൽ സാമ്പാർ ഉണ്ടാക്കാനാണ് അറിഞ്ഞാൽ പോരാ, ഉണ്ടാക്കണ്ടെങ്കിൽ അഗ്നി വേണം. അപ്പം അറിവും അതിനെ പ്രയോഗിക്കുന്നതിന് ഊർജം വേണം. അപ്പം ജ്ഞാനവും അഗ്നിയും പാരലായിട്ടാണ് പോകുന്നത്. ഇനി 33 വിഷ്ണു എല്ലായ്പ്പോഴും നമ്മൾ ഭജിക്കേണ്ട ആളാണ്. വിഷ്ണു എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ നിൽക്കുന്ന, സംരക്ഷിച്ചു നിൽക്കുന്ന ശക്തി. എന്താ? വിഷ്ണുവിനെ 3 പറഞ്ഞിട്ടുണ്ട്: ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ. പ്രപഞ്ചം സൃഷ്ടി മുതൽ പ്രക്രിയകൾ 3 എല്ലാ പ്രക്രിയകൾക്കും പിന്നിൽ 3 അവസ്ഥകളുണ്ട്. ഒന്ന് സൃഷ്ടിക്കുക, സംരക്ഷിക്കുക, നശിപ്പിക്കുക. നമ്മളിപ്പോൾ ഒരു വീട് വെക്കുകയാണെങ്കിൽ വീട് നിർമ്മിക്കുക, അതൊരു ശക്തി, നിർമ്മിക്കുന്ന ശക്തി. നിർമ്മിച്ച് അത് രജോ ഗുണമാണ്. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ആണ്. നിർമ്മിച്ചതിൻ്റെ ശേഷം വീടെന്തിനു വേണ്ടിയാണ്? താമസിക്കാൻ വേണ്ടിയിട്ട്. കുറേ കാലത്തേക്ക് നമുക്ക് താമസിക്കണം. അതുവരെ അതിനെ സംരക്ഷിക്കണം. വൈറ്റ് വാഷ് എല്ലാം ചെയ്തിട്ട്, മെയിൻ്റനൻസ് എല്ലാം ചെയ്തിട്ട് സംരക്ഷിക്കുക. അത് സത്വഗുണമാണ്. അതിനെ അതേപോലെ നിലനിർത്തുന്ന ഗുണമാണ്. അത് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ആണ്. അതേ അവസ്ഥയിൽ നിലനിർത്തുക. പിന്നെ ആവശ്യം കഴിയുമ്പോൾ, നമ്മൾ വീട് പഴയതാകുമ്പോൾ പൊളിച്ചു കളയുക. അത് തമോ ഗുണമാണ്. ന്യൂട്ടന്റെ തേർഡ് ലോ ആണ്. സൃഷ്ടിക്ക് നേരെ അത് പൊളിച്ചു കളയുന്നത്. ഈ 3 ഫോഴ്സുകളാണ്. എന്തിനും ബലം പ്രയോഗിച്ചാലല്ലേ 3 തരത്തിൽ ഇതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. നിലനിർത്താനും ബലം പ്രയോഗിക്കണം, ഉണ്ടാക്കാനും ബലം പ്രയോഗിക്കണം,
പൊളിക്കാനും ബലം പ്രയോഗിക്കണം. ഇതിൻ്റെ പിന്നിൽ ആക്ട് ചെയ്യുന്ന ആ ബലം, ആ ശക്തിക്കാണ്, സൃഷ്ടിക്ക് പിന്നിലുള്ള ശക്തിക്ക് ബ്രഹ്മാവ്, സംരക്ഷിക്കുന്നതിന് വിഷ്ണു, നശിപ്പിക്കുന്നതിന് ശിവൻ. അപ്പം സംരക്ഷിച്ചു നിർത്തുന്ന ആ ഒരു ബലമുണ്ടല്ലോ, ആ ബലത്തിൻ്റെ പിന്നിലുള്ളതിനെയാണ് വിഷ്ണു എന്ന് പറയുന്നത്. അപ്പം നമ്മൾ സംരക്ഷണത്തിലാണിപ്പോൾ, നമ്മളെല്ലാം സംരക്ഷിക്കുന്ന ആ ശക്തി വിശേഷമാണ്. അപ്പോൾ ആ വിഷ്ണുവിനെ ഭജിക്കണം. അതിൻ്റെ സംരക്ഷണം ഉണ്ടെങ്കിലേ നമുക്ക് നിലനിർത്താൻ പറ്റും. അത് സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ എന്ത് പറ്റും? വേണമെങ്കിൽ ഭൂമി ഒരു നിമിഷം ഭ്രമണപഥത്തിൽ നിന്ന് തെറിച്ചു പോയാൽ നമ്മളെ കാറ്റ് കഴിഞ്ഞു. അപ്പോൾ ആ ഭ്രമണപഥത്തെ തന്നെ പിടിച്ച് നിർത്തുന്നുണ്ട്. അതുകൊണ്ട് തെറിച്ചു പോകില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ തെറിച്ചു പോയെന്നും വരും, മുഴുവൻ കത്തിയെരിഞ്ഞില്ലാതായെന്നും വരും. അതെല്ലാം ആ ശക്തിവിശേഷം ഒരു സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോകുന്നത്. ജീവാത്മാവ് അദ്ദേഹവുമായിട്ടാണ് ബന്ധിച്ചിരിക്കുന്നത്. അപ്പം ജീവാത്മാവ് നമ്മിലെ ഞാൻ എന്ന ചിന്ത ഉണ്ടാക്കുന്ന നമ്മിലെ ആ ശക്തിക്കാണ് ജീവാത്മാവ് എന്ന് പറയുന്നത്. അത് വിഷ്ണുവായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് കിടക്കുന്നത്. ഇവിടെ ഒരു പ്രപഞ്ചത്തെ സൃഷ്ടിയെ, ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്ന ഒരു ശക്തിയുണ്ട്. ആ പ്രപഞ്ചം നിലനിർത്താൻ വേണ്ടിയാണ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്, ഞാനെന്ന ജീവാത്മാവിൽ. അപ്പം പ്രപഞ്ചം എങ്ങനെയാണ് നിലനിർത്തുക? നമ്മളാണ് പ്രപഞ്ചത്തിലെ എല്ലാം നിലനിർത്തേണ്ടിക്ക്. ഇപ്പോൾ ഒരു നല്ല വിലയുള്ള ഒരു പട്ടി, അത് സാധാരണമായി പട്ടികളമായി ഒന്നും ജീവിക്കില്ല. അതിന് വിലയുള്ള മനുഷ്യർ തന്നെ അതിനെ വേണം. ചിലപ്പോൾ കോടീശ്വരന്മാർ വേണ്ടി വരും ആ പട്ടീനെ സംരക്ഷിക്കാൻ. കാരണം അത് അങ്ങനത്തെ സാധനങ്ങളല്ലേ അത് കഴിക്കുള്ളൂ. അതിനെപ്പോഴും പരിചരണം വേണം. അതിന് അപ്പം കൊടുക്കേണ്ടതെല്ലാം കൊടുക്കണം. അപ്പം ഇഞ്ചക്ഷൻ, പ്രതിരോധം എല്ലാം കുത്തിയാലേ ആ പട്ടി നിലനിൽക്കുകയുള്ളൂ. ആ പട്ടീനെ നിലനിർത്തേണ്ടെങ്കിൽ ഒരു മനുഷ്യൻ വേണം. അയാൾക്ക് താഴെ ദരിദ്രവാസിയായാൽ മതിയോ? പോരാ, ദരിദ്രവാസിക്ക് നാടൻ പട്ടി മതി. നല്ല പൈസയുള്ളൊരു പട്ടിക്കാരന്, നല്ല പൈസയുള്ള ഒരാളെ തന്നെ ആ പട്ടിയുടെ യജമാനനായിട്ട് സൃഷ്ടിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അയാളുടെ ജോലിയാണ് പട്ടിയെ സംരക്ഷിക്കുക. കാരണം അയാളില്ലെങ്കിൽ ആ പട്ടി, ആ വംശവും തന്നെ ഇല്ലാതായി പോകും. അവന് ചില പ്രത്യേകതര ചെടികൾ, അത് സാധാരണക്കാരുടെ വീട്ടിൽ നിന്ന് നട്ടാലെല്ലാം പോയി. അതിനെപ്പോഴും പരിചരിക്കുക. അതിനുള്ള സാമ്പത്തിക ശേഷിയുള്ള ധനവാനായ ആൾക്കാർ വേണം അതിനെ, ആ ചെടിയെ സംരക്ഷിക്കുക. അപ്പം നമ്മളെ എന്തിനാണ്? പ്രകൃതിയിൽ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ആ വിഷ്ണു സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ വിഷ്ണുവും തമ്മിലാണ് ബന്ധം. അദ്ദേഹത്തിൻ്റെ മഹനീയ കർമ്മങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. അപ്പം അങ്ങനെ ഒരു ശക്തി വിശേഷമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം നമ്മുടെ സമീപത്ത് തന്നെയുണ്ട്. അപ്പം നമ്മളെ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള ഈ സംരക്ഷണം എന്നൊരു ചക്രം നമ്മുടെ കൂടെ തന്നെയുണ്ട്. അത് മനസ്സിലാക്കണം. നമ്മളെ സൃഷ്ടിച്ചത് ആ ശക്തി വിശേഷമാണ്. എന്തിനാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? നമ്മളെ കൊണ്ട് കുറേ കർമ്മങ്ങൾ ചെയ്യിപ്പിക്കാനുണ്ട്. ആ കർമ്മം തീരുന്നവരെ അത് നമ്മളെ കൂടെ തന്നെ നിന്നിട്ട് നമ്മളെ സംരക്ഷിച്ചോളും. നമ്മൾ ആര് തല്ലിക്കൊല്ലാൻ നോക്കിയാലും നടക്കാൻ പോകുന്നില്ല. നമ്മൾ ആവശ്യം കഴിയുമ്പോഴാണ് തല്ലിക്കൊള്ളുന്ന ആൾക്ക് വിട്ടുകൊടുത്തോളൂ. ആൾക്ക് ശിവനോ കാലനോ വിട്ടുകൊടുത്താൽ ഇനി നീ കൊണ്ടുപോയിട്ട് എന്തോ ചെയ്തോന്നും പറഞ്ഞു. അതുവരെ ഈ വിഷ്ണു സംരക്ഷിക്കുന്ന ശക്തി നമ്മുടെ കൂടെയുണ്ട്. ഞാൻ ഒരു 100 വർഷം ജീവിച്ച് കുറേ 100 വർഷത്തെ ജോലി എനിക്ക് തീർക്കാനുണ്ടെങ്കിൽ 99 വർഷം കഴിഞ്ഞാൽ എന്നെ തട്ടാൻ പറ്റില്ല. 100 വർഷം തന്നെ ജീവിക്കും. കാരണം ഈ ജോലി തീർക്കാനാണ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പം സൃഷ്ടിച്ച ശക്തി വിഷ്ണു എന്തുണ്ട്? നമ്മുടെ കൂടെയുണ്ട്. ഇതെല്ലാം കഥയിലാണ് കഥാപാത്രം. നമ്മൾ ശാസ്ത്രീയമായിട്ട് ചിന്തിക്കണം. ഒരു വീട്, നമുക്കൊരു സ്ഥലവും വീടും പറമ്പുണ്ടെന്ന് വെച്ചോ, നല്ല കെട്ടി ഭംഗിയിലെല്ലാം കെട്ടിയെല്ലാം പുറത്തോട്ട് ചെടിയെല്ലാം ആയിട്ട് വെച്ചു. നമ്മളൊരു ദിവസം ഇതെല്ലാം ഇട്ടെറിഞ്ഞ് ഗൾഫ് പോയി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇവിടെ എന്തായിരിക്കും? കുളം തോണ്ടിയിട്ടുണ്ടാവും. അപ്പം സംരക്ഷണം എന്നതിന് ആളാവശ്യമാണ്. സൃഷ്ടിക്കുന്ന ആൾക്ക് സംരക്ഷിക്കാനുള്ള ഒരു ശക്തി ഉണ്ടാവണം. അതുപോലെ ഈ പ്രപഞ്ചത്തെ സംരക്ഷിക്കുന്നതിന് ഒരു ശക്തിയുണ്ട്. പ്രപഞ്ചം ഒരു പ്ലാൻ അനുസരിച്ചാണ് പോകുന്നത്. വെറുതെ ഉണ്ടാക്കി ഇട്ടതല്ല.
ആ അഗ്നിയുടെ അതും ഒരു തരം ശക്തി തന്നെയാണ്. ആ അഗ്നിയുടെ പ്രഭവ കേന്ദ്രം വളരെ ഗൂഢമാണ്. ആ അഗ്നി അതും ഒരു ഊർജമാണ് നമ്മളെ സംരക്ഷിക്കുന്നത്. ഒരു ശക്തിവിശേഷം നമ്മുടെ കൂടെയുണ്ട്, അതും അഗ്നി തന്നെയാണ്. പക്ഷെ അത് വളരെ നിഗൂഢത നിറഞ്ഞതാണ്. നമുക്ക് അങ്ങനെ പെട്ടെന്നൊന്നും അതിനെ മനസ്സിലാവില്ല. പക്ഷെ ഒരു സത്യമുണ്ട്, സംരക്ഷിക്കുന്ന ഒരു ശക്തിയുണ്ട്. ഈ പ്രപഞ്ചത്തെ സംരക്ഷിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ഒരു ശക്തിയുണ്ട്. അത് ഏത് രൂപത്തിലാണെന്നൊന്നും ചോദിച്ചാൽ പറയാനും പറ്റില്ല. അങ്ങനെയുള്ള ഒരു ശക്തി തന്നെയാണ്. അതുകൊണ്ട് അഗ്നിയുടെ കൂട്ടത്തിൽ പെടുത്താം വിഷ്ണുവിനെയും. പക്ഷേ അത് നിഗൂഢമാണ്. അതിനെ ആദ്യം മറിഞ്ഞത് ദേവന്മാരാണെന്ന് പറയുന്നു. ദേവന്മാർ എന്ന് പറഞ്ഞത് സൃഷ്ടിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവരാണ് ആ ശക്തി വിശേഷത്തെ അറിഞ്ഞത്. ഇനി 34 അഗ്നി ഗായത്രിയും ത്രിഷ്ഠുവും അനുഷ്ഠുവുമാകുന്നു. അപ്പൊ അഗ്നിയിലൂടെയാണ് ഗായത്രി എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം നമ്മുടെ ജീവിത രീതിയായിട്ട് പ്രവർത്തിപ്പെടുന്ന ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സൂര്യനും നമ്മുടെ ഗ്രഹങ്ങളും അല്ലാതെ പ്രപഞ്ചം മുഴുവൻ പട്ടയല്ല. നമ്മളെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അഗ്നിയിൽ അധിഷ്ഠിതമാണ്. ത്രിഷ്ഠൂപ് എന്ന് പറഞ്ഞാൽ അഗ്നി ഇലക്ട്രോണുമായിട്ട് ബന്ധപ്പെട്ട്, ത്രിഷ്ഠൂപ് എന്ന് പറഞ്ഞാൽ ആറ്റങ്ങളുമായിട്ട്. ആറ്റങ്ങളിലെ ഊർജം തന്നെയാണ് നമ്മളെ ശരീരത്തിൻ്റെ അകത്ത് ആക്ട് ചെയ്യുന്നത്. ഭക്ഷണം കഴിക്കുമ്പോൾ അതിലുള്ള തന്മാത്രകളിലൂടെയെല്ലാം കിട്ടുന്ന ഇലക്ട്രോണിൻ്റെ എല്ലാം ഊർജമാണ് നമുക്ക്. അതാണ് ത്രിഷ്ഠൂപ്. അനുഷ്ഠൂപ് ആ രാസപ്രവർത്തനങ്ങളുമെല്ലാമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ വിഷയങ്ങളെല്ലാം കെമിസ്ട്രി, വെടിക ത്രിഷ്ഠൂപ് അനുഷ്ഠൂപിനെല്ലാം കെമിസ്ട്രി ആയിട്ട് പറയാം. കെമിസ്ട്രിയുടെ അടിസ്ഥാനം അഗ്നി തന്നെയാണ്. ആറ്റങ്ങളിലെല്ലാം ഊർജമാണ്. ആറ്റങ്ങൾ കൂടിച്ചേരുന്നതിന് പിന്നിൽ അഗ്നിയാണ്. പ്രത്യേക അഗ്നി ഉണ്ടെങ്കിലേ ആറ്റങ്ങൾ കൂടിച്ചേരുകയുള്ളൂ. ഒരു കോഴി മുട്ട വിരിയുന്നതിന് തന്നെ ഒരു പ്രത്യേക അഗ്നിയുണ്ട്. നമ്മളെ ശരീരത്തിൽ ഭക്ഷണം ദഹിക്കുന്നതിന് ഒരു പ്രത്യേക രാസ അഗ്നിയുണ്ട്. അത് എൻസൈമുകളെ കൊണ്ടാണ് അഗ്നിയെല്ലാം. അല്ലെങ്കിൽ പുറത്ത് ദഹിപ്പിക്കണ്ടിക്ക് കത്തിച്ച് ചൂടാക്കണം, വേണ്ട, അകത്ത് വെച്ചിട്ട് ചില എൻസൈമുകളുടെ സഹായത്താലാണ്. അതെല്ലാം അഗ്നിയാണ്. അപ്പം അത് ദഹിക്കേണ്ട ആ അഗ്നിയുടെ അളവ് കുറവരും. പാത്രത്തിലിട്ട് നമുക്ക് ദഹിപ്പിക്കണ്ടെങ്കിൽ ചൂട് 100 ഡിഗ്രി വരെയെല്ലാം ചൂടാക്കേണ്ടി വരും. പക്ഷേ വയറ്റിൽ അതിൻ്റെ ആവശ്യമില്ല. 100 ഡിഗ്രി വല്ല വയറ്റിൽ ചൂടായിപ്പോയാൽ വയറ് കത്തിപ്പോയില്ല. അപ്പം അവിടെ ചില എൻസൈമുകളുടെ രാസപ്രവർത്തനത്തിലൂടെ ഈ ദഹിക്കേണ്ട ആ അഗ്നിയുടെ ലെവല് താഴ്ത്തുന്നുണ്ട്. ചില കുറച്ച് കെമിസ്ട്രി ബയോളജിയിൽ വരുന്ന കാര്യങ്ങളാണ്, ഒന്ന് പറഞ്ഞു പോകാം, അല്ലെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ട് എൻ്റെ സന്തതി പരമ്പരകൾക്കായി ഞാൻ ഹവിസ് അഗ്നിക്ക് ദേവന്മാർക്കും എല്ലാം അർപ്പിക്കുന്നു. എല്ലാം നമ്മൾ ദേവന്മാർക്ക്, അഗ്നിക്കെല്ലാം അർപ്പിക്കുന്നത്. അഗ്നി നമുക്ക് വേണ്ടത് തരും. നമുക്ക് ഭക്ഷണം വേണ്ടിക്കൽ അഗ്നി കരിയും വെള്ളവും കൊടുക്കുക, അത് ഭക്ഷണമായിട്ട് ഇങ്ങോട്ടേക്ക് തരും. ഇനി 35 അന്നം ജ്ഞാനത്താലാണ് പ്രകാശിക്കുന്നത്. അന്നം എന്ന് പറയുന്നത് പ്രൊഡക്റ്റാണ്. നമ്മൾ അരിയും വെള്ളവും അന്നമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അരിയും വെള്ളവും ഇൻപുട്ടാണ്. നമ്മൾ അന്നം എന്ന് പറഞ്ഞാൽ അത് ചോറായി കിട്ടുമ്പോഴാണ്. അപ്പം അന്നം ജ്ഞാനത്താൽ പ്രകാശിക്കുന്നു. സയൻസിലൂടെയാണ് അന്നമായി മാറുന്നത്. അപ്പോൾ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചായപ്പൊടിയും വെള്ളത്തിനെയും എല്ലാം എടുത്തിട്ട് പാലുമെല്ലാം എടുത്തിട്ട് നമ്മൾ ചായ ഉണ്ടാക്കുന്നത്. അത് സയൻസിൻ്റെ ചായ അന്നമാണ്. ആ ചായ ഉണ്ടാക്കണമെങ്കിൽ സയൻസിൻ്റെ അടിസ്ഥാനം. ജ്ഞാനത്താലാണ് പ്രകാശിക്കുന്നത്. അതിൽ നിന്നും ഊർജം സ്വീകരിച്ചുകൊണ്ടാണ് ജനലക്ഷങ്ങൾ മുന്നേറുന്നത്. അപ്പൊ അങ്ങനെയുള്ള അന്നം നമ്മൾ കഴിച്ചിട്ടാണ് ജനലക്ഷങ്ങൾ അതിൽ നിന്നുള്ള ഊർജം സ്വീകരിച്ചിട്ടാണ് മുന്നേറുന്നത്. നമ്മളെല്ലാം ഊർജം നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? അന്നത്തിൽ നിന്നാണ് കിട്ടുന്നത്, ഭക്ഷണത്തിൽ നിന്നാണ്. ഭക്ഷണത്തിനുള്ള ഊർജം കഴിച്ചിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഗുസ്തി പിടിക്കാൻ പോകുന്നതും വഴക്കടിക്കാൻ പോകുന്നതുമെല്ലാം, കർമ്മം ചെയ്യാൻ പോകുന്നതുമെല്ലാം. അതിൻ്റെ ജ്ഞാനത്താൽ ഞങ്ങളിൽ പ്രശസ്തി ഉണ്ടാകുന്നു, ഊർജവും ഐശ്വര്യവും വീര്യവും എല്ലാം ഭവിക്കുന്നു. ഏതിൽ നിന്നാണ് നമുക്ക് ഐശ്വര്യവും വീര്യവും എല്ലാം കിട്ടുന്നത്? ഈ അന്നത്തിൽ നിന്നാണ്.
പ്രശസ്തി ഉണ്ടാകും. നമുക്ക് പ്രശസ്തി ഉണ്ടെങ്കിൽ ജീവിക്കണം, നല്ല നിലയിൽ ഭക്ഷണം കഴിക്കണം, കർമ്മങ്ങൾ ചെയ്യണം, കർമ്മം ചെയ്തിട്ട് ജനങ്ങളുടെ പ്രശസ്തി നേടിയെടുക്കണം. അതിലൂടെയാണ് നമ്മുടെ വീര്യവും ഐശ്വര്യവും എല്ലാം സ്ഥിതി ചെയ്യുന്നത്. ഇനി 36, തീവ്രമായിട്ടുള്ളത് അഗ്നിയാണ്. അപ്പം ഏറ്റവും തീവ്രമായിട്ടുള്ള സംഗതിയാണ് ഈ പറയുന്ന അഗ്നി. അങ്ങനെയുള്ള പ്രകാശിക്കുന്ന അഗ്നി, അങ്ങനെ പ്രകാശിക്കുന്ന അഗ്നിയുടെ അനുഗ്രഹം കൊണ്ട്, അഗ്നിക്ക് എന്ത് സ്വഭാവമുണ്ട്? ചൂട് എന്ന പ്രത്യേകതയുണ്ട്, പ്രകാശം എന്നൊരു സ്വഭാവമുണ്ട്. കാണാനുള്ള പ്രകാശമാവണ്ടല്ല, ചൂടാവശ്യമില്ല, കണ്ണിന് ചൂടടിച്ചില്ല. പക്ഷെ കുടിക്കുന്ന വെള്ളത്തിന് ചൂട് വെള്ളമല്ല വേണ്ടി വരും. ചിലപ്പോൾ വായിക്ക് ചിലപ്പം തണുത്ത വെള്ളം പറ്റില്ല, ചൂട് വെള്ളം വേണ്ടി വരും. അപ്പോൾ പ്രകാശിക്കുന്ന അഗ്നിയുടെ അനുഗ്രഹം അതെല്ലാം നമുക്ക് അനുഗ്രഹിച്ച് നൽകിയാണ്. ഈ ഹവിസുകൾ, നമ്മൾ അർപ്പിക്കുന്ന ഹവിസുകളെല്ലാം പൂർണ്ണ ബലത്തോടെ എത്തേണ്ടിടത്തെല്ലാം എത്തട്ടെ. നമ്മൾ കൊടുക്കുന്നതിനാണ് ഹവിസുകൾ. ഹവിസുകൾ അർപ്പിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് അന്നം കിട്ടുന്നു, അന്നത്തിൽ നിന്ന് നമ്മൾ പലതരത്തിലുള്ള ഊർജങ്ങളെല്ലാം കിട്ടുന്നു, അത് എത്തേണ്ടിടത്തെല്ലാം എത്തുന്നു. ഇനി 37, അഗ്നി രഥിയാകുന്നു, പിന്നെ ധർമ്മിഷ്ഠനുമാകുന്നു. അഗ്നിക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ എന്ത് രഥത്തിൽ ഫിറ്റ് ചെയ്തിട്ട് എന്ത് സാധനം വേണ്ടിയിട്ട് എവിടെയും എത്തിക്കും. എങ്ങനെയാണ് രഥത്തിൽ ഫിറ്റ് ചെയ്തിട്ട് കുതിരകളെ ഫിറ്റ് ചെയ്തിട്ട് എല്ലായിടത്തും എത്തിക്കുന്നത്? നമ്മളിപ്പോൾ ഒരു വാർത്ത അമേരിക്കയിലേക്ക് എത്തിക്കണം എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ആ വാർത്ത കടലാസിൽ എഴുതി വാങ്ങിയിട്ട് പ്ലെയിനിൽ പോയിട്ട് അവിടെ കൊണ്ടുപോകും. അതിൻ്റെ ആവശ്യമില്ല. അഗ്നി ഊർജത്തിന് ഇന്ന് അതിനുള്ള കഴിവുണ്ട്. ഇന്നിപ്പോൾ എന്താ ചെയ്യുന്നത്? വാട്സപ്പിലെല്ലാം അല്ലെങ്കിൽ മെസ്സേജെല്ലാം അയക്കാം, ടെലിഫോണിലൂടെ സംസാരിക്കാം, പല സംവിധാനങ്ങളുമുണ്ട്. അതിലൂടെയെല്ലാം അഗ്നി ഊർജം, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സാണ് സന്ദേശങ്ങൾ കൈമാറുന്നത്. എങ്ങനെ? അതിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളെ സംഭാഷണങ്ങളും ചിത്രങ്ങളും എല്ലാം പടങ്ങളെല്ലാം ആ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് മേൽ പിടിപ്പിച്ച് കഴിഞ്ഞാൽ അഗ്നി അത് ആ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് തന്നെ ഊർജമാണ്, അഗ്നിയുടെ വേറൊരു രൂപമാണ്. അതെന്ത് ചെയ്യും? ഏത് നാട്ടിലോ വേണ്ടി അവിടെ കൊണ്ട് കൊടുക്കും. അപ്പം അഗ്നി രഥിയാകുന്നു, ധർമ്മനിഷ്ഠനുമാണ്. ധർമ്മത്തിനനുസരിച്ച് അത് പ്രവർത്തിക്കുകയുള്ളൂ. അതിന് കൈമടക്കൊന്നും വേണ്ട. ഇപ്പം നമുക്ക് എന്നോട് പറയുകയാണ് ഒരു 100 റുപ്യ നീ അവിടെ കൊണ്ട് കൊടുത്തേക്കുക. ആ 100 റുപ്യ ഞാൻ അവിടെ കൊണ്ട് കൊടുത്താൽ, പക്ഷേ എനിക്കൊരു 100 റുപ്യ എനിക്ക് തരണം. അങ്ങനെയൊന്നും ഈ അഗ്നി ചോദിക്കില്ല. ഈ തരംഗമുണ്ടാക്കിയാൽ അതിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് കൊണ്ട് കൊടുത്തു. അതിന് പിന്നെ കൈക്കൂലിയൊന്നും ഇങ്ങോട്ട് ചോദിക്കൊന്നുമില്ല. നമ്മളിപ്പം ആലോചിച്ചോക്കി, ഇന്ന് പണ്ട് പോസ്റ്റ് അയക്കണ്ടെങ്കിൽ വലിയ ചിലവാണ്. പോസ്റ്റ്മാനെ കൊടുക്കണം, അല്ല പോസ്റ്റ് ചെയ്യണം. പോസ്റ്റ്മാൻ വീട്ടിൽ വരുമ്പോൾ മണി ഓർഡർ അല്ലാണെങ്കിൽ ചിലപ്പോൾ വാങ്ങിയിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഒരു വീതം അങ്ങോട്ടേക്ക് കൊടുക്കും. അപ്പോഴേ അയാൾക്ക് തൃപ്തിപ്പെടുകയുള്ളൂ. നേരെ മറിച്ച് അഗ്നിക്ക് ഈ മെസ്സേജ് അയക്കുമ്പോൾ അന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ മെസ്സേജ് കൊണ്ടുപോകുന്ന അഗ്നിക്ക് പൈസ വല്ലതും കൊടുക്കണമെന്ന്. നമ്മളത് ഇത് ഉണ്ടാക്കിയിട്ട് ആ സിസ്റ്റത്തിൻ്റെ അവന്മാർക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ അഗ്നി നമ്മളോട് ചോദിക്കില്ല, ഈ ഊർജം നമ്മളോട് ചോദിക്കില്ല, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് നമ്മളോട് ചോദിക്കൊന്നുമില്ല. അതിന് മെസ്സേജ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്തേണ്ടടുത്ത് കൊണ്ടുകൊടുക്കും. അത് ധർമ്മനിഷ്ഠനാണ്. രഥി എങ്ങനെയാണോ കുതിരകളെ കൂട്ടുന്നത്, അതേപോലെ തന്നെ സുരക്ഷിതനായി ഇതും നീതിപീഠത്തിലിരിക്കും. ഇതും സുരക്ഷിതമായിട്ട് സന്ദേശങ്ങൾ കൈമാറും. വളരെ സുരക്ഷിതവനായിട്ട് അതിൻ്റെ പീഠത്തിൽ ഇരുന്നു കൊണ്ട്, അതായത് സിഗ്നൽ സിസ്റ്റം, കാരിയർ വേവ് എന്നാണ് അതിന് പറയുക. ആ കാരിയർ വേവിൽ ഫിറ്റ് ചെയ്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സന്ദേശം എത്തേണ്ട അടുത്ത്
ഇതെല്ലാം ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇങ്ങനെയല്ലേ പറയും, ലളിതമായി പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇലക്ട്രോണിക്സുകൾ ഇവിടെ വ്യാഖ്യാനിക്കേണ്ടി വരും. ഇനി 38 ജലപ്രവാഹം പോലെയാണ് വാക്കും പ്രവഹിക്കുന്നത്. ജലം എങ്ങനെയാണോ പ്രവഹിക്കുന്നത് ഇങ്ങനെയാണ്. അതുപോലെ തന്നെയാണ് വാക്ക്, സൗണ്ട്, ശബ്ദവും പ്രവഹിക്കുന്നത്. ശബ്ദവും ജലം പ്രവഹിക്കുന്ന പോലെയാണ് പ്രവഹിക്കുന്നത്. ഇപ്പം സൗണ്ടിനെ പറ്റി, ലൈറ്റിനെ പറ്റി, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ എല്ലാത്തിനെ പറ്റിയാണ് ഇവിടെ പരാമർശം. നമ്മൾ ഇതുവരെ ധരിച്ചു വെച്ചിരിക്കുന്ന ഇതിൽ ഒരു ചുക്കുമില്ല, വെറുതെ ഇങ്ങനെ ഉരുവിടാനുള്ള കാര്യമാണ്. ഇത് പറഞ്ഞ് ഫലിപ്പിക്കണ്ടിക്ക് തന്നെ കുറേ പാടുണ്ട്. ഈ വിഷയങ്ങളെല്ലാം നല്ലോണം മനസ്സിലാക്കി അതുപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാലേ എല്ലാവർക്കും മനസ്സിലാവില്ല. അതിന് കേൾക്കുന്നവർക്ക് താല്പര്യവും വേണം. അപ്പം ഇവിടെ ഇങ്ങനെയെല്ലാം പറഞ്ഞു പോകാനേ പറ്റും. അപ്പം അത്രയും വലിയ കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് ചെറിയ വാക്കുകളിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ആത്മീയാണോ എന്തല്ലോ ആണെന്ന് വ്യാഖ്യാനിച്ച് വെച്ചിരിക്കുന്നത്. മനസ്സ് ശുദ്ധമാണെങ്കിൽ വാക്കും അവിടെ ശുദ്ധമായ വാക്കും ഉണ്ടാകും. നമ്മുടെ മനസ്സ് ശുദ്ധമാണെങ്കിൽ അതിനനുസരിച്ചാണ് വാക്ക് ഉണ്ടാവുക. മനസ്സ് ശുദ്ധമാണെങ്കിൽ നല്ല ശുദ്ധമായ വാക്ക് പുറത്തേക്ക് വരും. അഗ്നിക്ക് സമീപത്തായി ഘൃതധാര നദി പോലെ ഒഴുകുന്നു. അഗ്നിക്ക് സമീപത്ത്, അപ്പൊ അഗ്നി ഉണ്ടാകണമെങ്കിൽ ധാരയായിട്ട് അതിന് വേണ്ട വസ്തുക്കൾ, ഹവിസ്സുകൾ അർപ്പിക്കണം. ഇപ്പം പെട്രോളോ ഡീസലോ എന്തോ വേണ്ടിക്കൽ വിറക് എന്താ വേണ്ടിയിട്ട് അതിനനുസരിച്ച് ധാരധാരയായിട്ട് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് അഗ്നിയും ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും. അത് നദി പോലെ തന്നെയാണ് ഒഴുകുന്നത്. മഴ മേഘങ്ങൾക്കിടയിൽ നിന്ന് വരുന്നത് പോലെയാണ് നല്ല വാക്കുകൾ പ്രവഹിക്കേണ്ടത്. മേഘങ്ങൾക്കിടയിൽ നിന്ന്, കറുത്ത മേഘങ്ങൾക്കിടയിൽ നിന്ന് മഴ, നല്ല മഴയാണ്. മേഘം തല്ലിപ്പൊളി ഒരുമാതിരി നമുക്കത്ര സുഖമുള്ള കാര്യമൊന്നുമില്ല. പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന മഴ വളരെ നമ്മൾ ആനന്ദിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് നമ്മളെ വാക്കുകളും വരേണ്ടത്. വാക്കുകൾ ഉള്ളിൽ നിന്നാണ് വരുന്നത്. അത് മനസ്സെന്ന ആ മേഘത്തിൽ നിന്നാണ് വരുന്നത്. പക്ഷെ വരുന്നത് മഴവെള്ളം പോലെ വരണം, അല്ലാതെ ചെളിവെള്ളം മാതിരി വന്ന് കളയരുത്. മനസ്സ് കലങ്ങി മറഞ്ഞു കിടക്കുകയാണെങ്കിൽ വരുന്ന വാക്കുകൾ എങ്ങനെയായിരിക്കും? ചളിവെള്ളം മാതിരിയായിരിക്കും. മേഘത്തിൽ നിന്ന് വരുന്ന വെള്ളം എങ്ങനെയാണ്? ശുദ്ധമാണ്. അതുപോലെയുള്ള വാക്കുകളാണ് നമ്മളെ മനസ്സിൽ നിന്നും വരേണ്ടത്. 39 അഗ്നി മന്ത്രവാക്കാണ്, വിശ്വജ്ഞാനമാണ്, പ്രകാശിക്കുന്നതാണ്. അഗ്നി മന്ത്രവാക്കുകൾ. മന്ത്രവാക്കുകൾ എന്ന് പറഞ്ഞാൽ മന്ത്രങ്ങൾ, വേദമന്ത്രങ്ങളിലുള്ള ചുരുക്കി പറഞ്ഞതിനാണ് മന്ത്രം എന്ന് പറയുന്നത്. മന്ത്രിക്കുക, ചുരുക്കി പറഞ്ഞതിന്. നമ്മളിപ്പോൾ പരീക്ഷയ്ക്ക് കുട്ടികൾ പരീക്ഷാ ഹാളിൻ്റെ പുറത്ത് മണി അടിക്കുന്നതിനെക്കാട്ടി മുമ്പിൽ ഇങ്ങനെ പെറുപെറുത്ത് കിടക്കുന്ന ഓരോന്ന് ഇങ്ങനെ പറഞ്ഞു, A+B² ഇങ്ങനെ പറഞ്ഞു. അത് മന്ത്രങ്ങളാണ്, ചുരുക്കിയിട്ടാണ്. അല്ലാതെ ഒരു വലിയ പാഠം മുഴുവൻ ഇങ്ങനെ ഉരുവിടാൻ പറ്റില്ല. എക്സാമിൻ്റെ ക്ലാസ്സിൻ്റെ മുമ്പിൽ നിന്ന് ചെറിയ ചെറിയ H2 H2 + O2 2H2 + O2 2H2 ഇങ്ങനെയെല്ലാം ചെറിയ ചെറിയ വാക്യങ്ങളുണ്ടല്ലോ, അതിനാണ് മന്ത്രങ്ങൾ. മന്ത്രിക്കുക. എക്സാമിനേഷൻ്റെ ഹാളിൽ ആൾക്കാരിങ്ങനെ മന്ത്രിച്ച് കിടക്കുന്നതാണ് കുട്ടികൾ. അതാണ് മന്ത്രം കൊണ്ട് അർത്ഥമാക്കുന്നത്. ചുരുക്കി പറഞ്ഞത് A+B² അതൊരു മന്ത്രമാണ്. 2H2 + O2 2H2 എന്ന് പറയുന്നത് ഒരു മന്ത്രമാണ്. അതുപോലെ വേദമന്ത്രങ്ങളിൽ പ്രപഞ്ചത്തിലുള്ള എല്ലാ സയൻസും അടങ്ങിയതാണ് വേദമന്ത്രം. അതുകൊണ്ട് അതിന് ചുരുക്കി എഴുതി വെച്ചതാണ് വേദവരികൾ. അതുകൊണ്ടാണ് വേദവരികൾക്ക് മന്ത്രങ്ങൾ എന്ന് പറയുന്നത്. അല്ലാതെ അതിങ്ങനെ ഉരുവിട്ട് പഠിക്കാൻ എളുപ്പമാണ്, അത്രയേ അതിനർത്ഥമുള്ളൂ. അല്ലാതെ നമ്മൾ ധരിച്ചു വെച്ചിരിക്കും മന്ത്രം എന്ന് പറഞ്ഞാൽ എന്തോ ചൊല്ലിക്കഴിഞ്ഞാൽ പട്ടി പൂച്ച ആനയോ ഇതെല്ലാം ധരിച്ചു വെച്ചിരിക്കുന്നത്. അവനെ തട്ടിക്കളയാം,
ഇതെല്ലാം അർത്ഥം മനസ്സിലാക്കാനുള്ള മണ്ടത്തരമാണ്. ഇത്രയേ അർത്ഥമുള്ളൂ. മന്ത്രം എന്ന് പറഞ്ഞാൽ ചുരുക്കി ഗുളിക പരുവത്തിലാക്കി വെച്ച സംഗതികൾ. അപ്പോൾ അഗ്നി മന്ത്രവാക്കാണ്. അത്തരം വേദമന്ത്രങ്ങളിലാണ് ഈ ഊർജത്തിൻ്റെ കാര്യങ്ങളും സയൻസും എല്ലാം എഴുതി പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത്. വിശ്വജ്ഞാനമാണ്. അതെന്താണ്? അത് ജ്ഞാനമാണ്. വേദവരികളിലുള്ളത് അറിവാണ്, ജ്ഞാനമാണ്. അത് ചുരുക്കി മന്ത്രരൂപത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. പ്രകാശിക്കുന്നതാണ്. അത് പ്രകാശിക്കും. ആ വരികളുടെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ പ്രകാശിക്കും. ഈ വരികളിൽ നിന്നെല്ലാം ചെറിയ വരികളിലൂടെയാണ് അവർ വലിയ കാര്യങ്ങൾ വിളിച്ചു പറയുന്നത്. അതാണ് പ്രകാശിക്കുന്നത്. ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ എന്നെല്ലാം പറയുന്നത് വലിയ വലിയ വിഷയങ്ങളാണ്. അഗ്നി സന്ദേശം കൈമാറുന്നെല്ലാം പറയുമ്പോൾ അത് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഇലക്ട്രോണിക്സ് പഠിക്കുമ്പോൾ പറയേണ്ട കാര്യങ്ങളാണ്. എങ്ങനെയാണ് അവിടെ കാരിയർ വേവിൽ എങ്ങനെയാണ് സിഗ്നൽ പിടിപ്പിക്കുന്നത്, ഇതല്ല. അപ്പം ഇതെല്ലാം പ്രകാശിക്കും. ആ വരികൾ, മന്ത്രങ്ങൾ അതിലൂടെ പ്രകാശിക്കുന്നത് എന്താണ്? അഗ്നിയാണ്, ഊർജമാണ്. ഊർജ രൂപത്തിലാണ് ഇത് പ്രവഹിക്കുന്നത്. അപ്പൊ ഈ മന്ത്രങ്ങളെല്ലാം തന്നെ അഗ്നിയാണ്. ഇത് വലിയ അർത്ഥങ്ങൾ ഇതിനുണ്ട്. സയൻസിന്റെ അർത്ഥം സയൻസിലൂടെ തന്നെ അത് മനസ്സിലാക്കണം. ഈ ലോകത്തിന്റെ സമ്പൂർണ്ണ നിയന്ത്രണവും അഗ്നിയിലൂടെയാണ്. ഈ പ്രപഞ്ചം ഉണ്ടായത് തന്നെ അഗ്നിയാണ്. കാരണം അഗ്നിയിൽ നിന്നാണ് ഊർജത്തിൽ നിന്നാണ് ദ്രവ്യം ഉണ്ടായിരിക്കുന്നത്. ആദ്യം ഊർജമാണ് ഉണ്ടായിരുന്നത്, അതാണ് ദ്രവ്യമായി ഈ പ്രപഞ്ചമായി മാറിയത്. അപ്പോൾ അതിൻ്റെ അകത്ത് നടക്കുന്ന എല്ലാ യജ്ഞം നടക്കണമെങ്കിൽ ഊർജം വേണം. കൈ അണക്കണമെങ്കിൽ പോലും നമ്മുടെ കൈക്ക് ശക്തി വേണം. അപ്പോൾ ഈ ലോകത്തിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണവും ഊർജഗതിയും ജൈവ പരമ്പരയും അഗ്നി തന്നെയാണ്. ഇവിടെയുള്ള ജീവജാലങ്ങളെല്ലാം നിലനിർത്തുന്നതിന് പിന്നിലുള്ള ശക്തിവിശേഷം അഗ്നിയാണ്. അഗ്നിയില്ലെങ്കിൽ ജീവജാലങ്ങളില്ല. നമ്മുടെ ശരീരത്തിനൊരു ചൂടുണ്ട്. ആ ചൂട് കുറഞ്ഞു പോയാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, ചത്തുപോകും. ജൈവ ജീവജാലങ്ങളെ നിലനിർത്തുന്നതും അഗ്നിയാണ്. ഇനി 40 ജ്യോതിസ്വരൂപമായ അഗ്നി സ്വന്തം ജ്ഞാനത്താൽ പ്രകാശിക്കുന്നു. അതെങ്ങനെയാണ് പ്രകാശിക്കുന്നത്? അഗ്നി പ്രകാശിക്കുന്നത് അവിടെ ഒരു സയൻസ് ജ്ഞാനത്തിലൂടെയാണ് അത് പ്രകാശിക്കുന്നത്. ഒരു തീപ്പെട്ടിക്കോലിൻ്റെ അടുത്ത് അഗ്നി വരുന്നത് എങ്ങനെയാണ്? അവിടെ ഒരു സയൻസ് ഉണ്ട്. ഹാർഡായ ഒരു പ്രതലത്തിൽ, റഫായ ഒരു പ്രതലത്തിൽ ഉരസുമ്പോൾ ചൂടുണ്ടാകുന്നു. ആ ചൂട് കൊണ്ട് കത്താനുള്ള ഒരു വസ്തു, പെട്ടെന്ന് തീപിടിക്കുന്ന വസ്തു അവിടെ ഉണ്ടെങ്കിൽ അത് തീപിടിക്കും. അങ്ങനെയാണ് തീ ഉണ്ടാകുന്നത്. അതാണ് സയൻസ്. അപ്പം തീപ്പെട്ടി ഉരക്കുമ്പോൾ അവിടെ ചൂടുണ്ടാകുന്നു. ചൂടിൽ കത്താനുള്ള ഒരു മെറ്റീരിയൽ, കെമിക്കൽ ആ കമ്പിൻ്റെ അറ്റത്ത് വെച്ചിട്ടുണ്ട്. അതിന് പെട്ടെന്ന് തീപിടിക്കും. അല്ലെങ്കിൽ ഈ ലൈറ്ററെല്ലാം ഉണ്ടല്ലോ, ഇങ്ങനെ സിഗരറ്റ് കൊണ്ട് കഴിച്ചിട്ട്, അപ്പം അതിൻ്റെ അകത്തൊരു ഗ്യാസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ ആ ഗ്യാസ് സ്റ്റൗവിൽ അവിടെ ഒരു തത്വമുണ്ട്. ഉരക്കുമ്പോൾ ഒരു തീപ്പൊരി ഉണ്ടാകും. അവിടെ കത്താനുള്ള ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ അതിന് തീ പിടിച്ചോളും. ഇതാണ് തത്വം. അപ്പം അത് ജ്ഞാനസ്വരൂപമാണ്. അഗ്നി എതിൽ നിന്നാണ് ഉദിച്ചു വരുന്നത്? ആ സയൻസിൽ നിന്നാണ് അഗ്നി ഉദിച്ചു വരുന്നത്. അങ്ങനെയാണത് പ്രകാശിക്കുന്നത്. അതിൻ്റെ ചൈതന്യം കൊണ്ട് അതെന്താണ്? ജ്ഞാനദാതാവാണ്. നമുക്ക് ജ്ഞാനം നൽകുന്നു. അതാണ് നമുക്ക് ജ്ഞാനം നൽകിയത്. എന്ത് ജ്ഞാനം നൽകിയത്? പണ്ട് മരങ്ങൾ കൂട്ടി വരക്കുമ്പോൾ തീയുണ്ടായി, കാട്ടുതീയുണ്ടായി. അപ്പം മനുഷ്യനിരുന്ന് ആലോചിച്ചു, എന്തായിരിക്കും തീ പിടിക്കാൻ കാരണം? അപ്പം ഇങ്ങനെ വരസിയാൽ തീ കിട്ടുമല്ലോ. അഗ്നിയാണ് നമ്മളെ പ്രേരിപ്പിച്ചത്, ചിന്തിച്ചത്. ആ തീ ഉണ്ടാക്കാൻ എളുപ്പ വഴി വരച്ചാൽ മതി, എന്തുരച്ചാൽ മതി, പിന്നെ കത്താനൊരു സാധനം വേണം. ഇതെല്ലാം നമ്മുടെ ചിന്തകളെ ആരാണോ ഉയർത്തുന്നത്? അഗ്നി തന്നെയാണ്. നമുക്ക് ചിന്തിക്കണ്ടെങ്കിലും ഉള്ളിൽ ഭക്ഷണം കഴിക്കണം. ഭക്ഷണം ഉണ്ടെങ്കിലല്ലേ ചിന്തിക്കാൻ പറ്റുള്ളൂ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നല്ലേ ചിന്തിക്കാനുള്ള ശക്തി കിട്ടും. അപ്പം അഗ്നി ജ്ഞാനദാതാവാകുന്നു, ദാന പരമ്പരകളും സൃഷ്ടിക്കുന്നു. അതേപോലെ തന്നെ ജ്ഞാനം പലവരിലേക്കും പ്രവഹിപ്പിക്കുകയാണ് അഗ്നി ചെയ്യുന്നത്. അവനവൻ്റെ മസ്തിഷ്കത്തിൽ ഇരുന്നു കൊണ്ട് പലവരെയും ചിന്തിപ്പിച്ചിട്ടാണ്
അതിൽ പറയുന്ന അവനെ ചിന്തിച്ചിട്ട് തല ചൂട് പിടിച്ചിരിക്കുകയാണെന്നാണ് നമ്മൾ പറയുക. തല ചൂട് പിടിച്ചിരിക്കുകയാണ് ചിന്ത കൊണ്ട്. അത് തന്നെയാണ് അഗ്നി. അഗ്നിയിൽ നിന്നാണ് ജ്ഞാനം ഉയർന്നു വരുന്നത്. ഈ പറയുന്ന വിഷയങ്ങൾ എത്ര വലിയ വലിയ വിഷയങ്ങളാണ് ഇതിനകത്ത് ഒരു ചെറിയ വാക്കുകളിലോട്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് വേദവരികൾക്ക് മന്ത്രങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ എത്രയോ വാക്കുകൾ പറയേണ്ടി വരും. അത് മന്ത്രമല്ല. ഇവിടെ ഒരൊറ്റ വരിയെ പറയുന്നുള്ളൂ. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടിക്ക് എനിക്ക് കുറേ പറയണം. അത് മന്ത്രമാവില്ല. പക്ഷെ ഈ ചെറിയ വരികൾ മന്ത്രങ്ങളാണ് എന്ന് പറയുമ്പോൾ മന്ത്രങ്ങൾ എപ്പോഴും വളരെ ചെറുതായിരിക്കും. ചുരുക്കി ആശയം പിടിപ്പിക്കുന്നതിനാണ് മന്ത്രം എന്ന അർത്ഥമുള്ളൂ. അല്ലാതെ മന്ത്രം ഉരുട്ട് കഴിഞ്ഞാൽ പട്ടി പൂച്ചയാവുക, അവനെ തട്ടാനോ ഇങ്ങനെ മറ്റേത് വെക്കാനോ ഒന്നും പറ്റുമൊന്നുമില്ല. അതെല്ലാം തെറ്റായ മണ്ടത്തരങ്ങളാണ്. മന്ത്രം എന്ന് പറഞ്ഞാൽ ചെറിയ രൂപത്തിൽ ആശയങ്ങൾ കുറുക്കിയിട്ട് ചുരുക്കിയിട്ട് പറയുന്നതിനാണ് മന്ത്രം. നീട്ടി വിളിച്ച് പറയാതെ ചുരുക്കി പറയുക. അത്തരം വരികൾ സയൻസ് തത്വങ്ങൾക്കാണ് മന്ത്രങ്ങൾ എന്ന് പറയുന്നത്.